ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നീ ബലിയർപ്പിക്കുവാൻ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെന്നറിയുന്ന പക്ഷം കാഴ്ചവസ്തുക്കൾ അവിടെ അൾത്താരയ്ക്ക് മുന്നിൽ വെച്ചിട്ട് ആദ്യം സഹോദരനുമായി രമ്യതപ്പെടുക. എന്നിട്ട് വന്ന് നീ ബലിയർപ്പിക്കുക. അപ്പോൾ നിന്റെ ബലിയും നിന്റെ ജീവിതവും ദൈവത്തിന് സ്വീകാര്യം ആകും എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നൊമ്പരം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മെക്കുറിച്ച് മോശമായത് പറഞ്ഞു പരത്തുന്നു എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരൊക്കെയാണെങ്കിൽ തീർച്ചയായും നമുക്കതിനെ പ്രതിരോധിക്കാൻ എളുപ്പമാണ്. എന്നാൽ കൂടെയുള്ളവർ, കൂടെ നിൽക്കുമെന്ന് കരുതുന്നവർ തന്നെ അപവാദങ്ങളും അവഹേളനങ്ങളും കുറ്റാരോപണങ്ങളും നടത്തുമ്പോൾ നിന്റെ നിലപാട് എന്തായിരിക്കണം? കുരിശിലെ കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാക്കി മാറ്റാൻ കഴിയണം. അതെന്താ? പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. കാരണം ഇപ്രകാരം ഒരു നിലപാട് എടുക്കാത്ത പക്ഷം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും, നമ്മളുടെ ഉറക്കം നമുക്ക് നഷ്ടപ്പെടും. പിന്നെ നമ്മളുടെ ചിന്തകളും വ്യാപാരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? നഷ്ടം നമുക്ക് തന്നെയാണ്. നീ ഒരുവനെ ശത്രുവായിട്ട്, പ്രതിയോഗിയായിട്ട് എടുക്കുന്ന പക്ഷം നിന്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥത, സമാധാനം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. അപ്പോൾ നാം ചെയ്യേണ്ടത് എന്താ? അവഗണിക്കേണ്ടവയെ അവഗണിക്കാൻ, മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ മുന്നിലേക്ക് വരുന്നതൊക്കെ നമുക്കുള്ളതാണ് എന്ന നിലപാട് നമുക്കരുത്. എൻ്റെ ഭക്ഷണമേശയിൽ പല വിഭവങ്ങളും വെച്ചിരിക്കാം, പക്ഷെ എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുത്താൽ പോരെ, ഭക്ഷിച്ചാൽ പോരെ. വെച്ചിരിക്കുന്നതെല്ലാം എനിക്ക് വേണ്ടിയാണെന്ന് കരുതുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മടയത്തരം. നമ്മളൊക്കെ ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇങ്ങോട്ട് കിട്ടുന്ന ആരോപണങ്ങളോ വിമർശനങ്ങളോ ഒക്കെ അത് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല എന്നൊരു നിലപാട് നമുക്ക് എടുക്കാൻ പറ്റിയാൽ പിന്നെ പ്രതിയോഗികൾ പോലും നമുക്കുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരും ഇവനും ഒക്കെ പറയുന്നത് നമ്മൾ എടുത്ത് മനസ്സിലിട്ട് ചിന്തിച്ച് പിന്നീട് അതിനെ മാത്രം ആലോചിച്ച് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാവും. അവഗണിക്കേണ്ടവയെ കാൽക്കാശിൻ്റെ പോലും വില കൽപ്പിക്കാതെ അവഗണിക്കാൻ, മാറ്റി നിർത്താനുള്ള കരുത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ചില മനുഷ്യരൊക്കെ വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ നല്ലതെന്നുള്ള രീതിയിൽ പറയും. അതിൻ്റെ പിന്നിലൊക്കെ കുശുമ്പും പൗശന്യവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവയെ ലാഘവത്തോടെ തള്ളിക്കളയാൻ നമ്മൾ ഇനിയെങ്കിലും പഠിക്കുക. അപ്പോൾ ഒന്ന്, നമുക്ക് പ്രതിയോഗികൾ ഉണ്ടാകില്ല. കാരണം നമ്മൾ വേണ്ട എന്ന് പറഞ്ഞൊന്ന് അവഗണിച്ചാൽ പിന്നെ അത് നമ്മുടേതല്ല, അത് അവൻ്റെ തന്നെയാണ്. അപ്പോൾ അത് കൊണ്ട് നമുക്ക് പ്രതിയോഗികൾ ഉണ്ടാകില്ല, നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത പോകില്ല, സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥ നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ക്രിസ്തു നമ്മെ ഉത്ബോധിപ്പിക്കുക, രമ്യതപ്പെടേണ്ടത് അപരനോടെന്നതിനേക്കാൾ ഉപരി നമ്മോട് തന്നെ രമ്യതപ്പെടാനും രമ്യതയുടെ ജീവിതമാക്കി നമ്മുടെ നിലപാടുകളെ മാറ്റാൻ കഴിഞ്ഞാലും പിന്നെ ജീവിതത്തിൽ നാം ഇന്ന് കരുതുന്ന പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ലാതെയായി മാറും.